ഹലോ, വെൽക്കം ടു അവർ വ്ലോഗ്. അപ്പോൾ ഞങ്ങൾ കുറേ നാൾക്ക് ശേഷം തിരിച്ച് വ്ലോഗിലേക്ക് വന്നേക്കുവാണ്. കുറച്ച് നാളെ ഞങ്ങൾ വ്ലോഗ് ചെയ്യുന്നില്ല, ഭയങ്കര ബിസി ആയിരുന്നു, ജോലിയും കാര്യങ്ങളും ഇതെല്ലാം ആയിട്ട്. അപ്പം പിന്നെ ഒരു അവസാനത്തിന് ഞങ്ങൾ വെക്കേഷൻ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിതാ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഒരു 7 days, റൈറ്റ്? അതെ, ഒരു 1 week ഫുള്ള് നമ്മളിവിടെ ഉണ്ട്. അതെ, ഒരു കുറേ സ്ഥലങ്ങൾ നമ്മൾ ഈ തവണ കവർ ചെയ്യുന്നുണ്ട്. സോ ബേസിക്കലി ഞങ്ങൾ ഓൾറെഡി ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് കയറി. കാരണം ഞങ്ങൾ ഫ്ലൈറ്റ് വെളുപ്പിനെ ആയിരുന്നു. സോ വെളുപ്പിനെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങി, അത് കഴിഞ്ഞ് കാർ റെൻറ്റ് ചെയ്യണമായിരുന്നു. കാർ റെൻറ്റ് ചെയ്ത് വണ്ടി ഓടിച്ച് സ്ഥലം കണ്ടുപിടിക്കണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നത് ചെക്കിങ് 4 മണിക്കാണ്. പക്ഷേ ഞങ്ങളിവിടെ 10 മണിയായപ്പോൾ എത്തി. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചെക്ക് ഇൻ ചെയ്തു. ഭാഗ്യത്തിന് റൂം ഉണ്ടായിരുന്നു, ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ ഒരു അടിപൊളി VIP റൂമൊക്കെ കിട്ടി. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല എവിടെയാണെന്ന്. അപ്പം എവിടെയാണ് നമ്മൾ ദ സിൻ സിറ്റി ലാസ് വേഗസ്. വേഗസ് ബേബി, വേഗസ്. അപ്പം ഞങ്ങൾ കുറേ നാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പോകണമെന്ന്. അവസാനം ഞങ്ങൾക്ക് ഈ ഇയറിൽ പോകാൻ വേണ്ടി പറ്റി. സോ ഞങ്ങൾ വേഗസിൽ മാത്രമല്ല, ഇപ്പോൾ നെവാഡ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ, കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. ഏരിയ 51 അടുത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റി, പോകും. അതേപോലെ തന്നെ സേവൺ നാഷണൽ പാർക്ക്, പിന്നെ കുറേ സ്ഥലത്ത് പോകുന്നുണ്ട്. 4 സ്റ്റേറ്റ് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു 1 week നമ്മൾ വെക്കേഷൻ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഓരോരോ ദിവസത്തെ വ്ലോഗായിട്ട് എല്ലാവരും ഇരുന്ന് കാണുക. അപ്പം നമ്മൾ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണിക്കുന്നതായിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം ഞങ്ങൾ റൂം ടൂർ തരാം, അല്ലേ? നമുക്കിപ്പോൾ റൂം ടൂർ കണ്ടിട്ട് ഇനി വെളിയിൽ പോയി ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല. പിന്നെ കൂടുതൽ നൈറ്റ് ടൈമാണ് ഇവിടെ ഭംഗി. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡെയിലി ഞങ്ങൾ കാണിച്ചിട്ട് ബാക്കി നൈറ്റ് ഞങ്ങൾ പോയിട്ട് വീഡിയോസ് ഒക്കെ കവർ ചെയ്ത് നമ്മൾ അടിപൊളിയാക്കുന്നതായിരിക്കും. അപ്പോൾ റൂം ടൂർ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഒരു കുഞ്ഞ് സ്മോൾ കിച്ചൺ ഉണ്ട്, ഓപ്പൺ ഉണ്ട്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ പോകുമ്പോഴത്തേക്കും നല്ല വിശാലമായ ഒരു ബാത്റൂം ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട് നമുക്ക്. പിന്നെ ഇവിടെ നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു വലിയ ബെഡുണ്ട്, TV കാണാം. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് നമ്മുടെ ബാൽക്കണി. സോ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്ന എയർപോർട്ട്, വേഗസ് എയർപോർട്ട് അവിടെ കാണാൻ ദൂരെ. അതിൻ്റെ മുമ്പിൽ കൂടി തന്നെയാണ്. പിന്നെ അവിടെയുള്ള എല്ലാ അട്രാക്ഷൻസും അടുത്തടുത്ത് തന്നെയാണ്. കാരണം നമ്മൾ സ്ട്രിപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ട്രിപ്പ് എനിക്ക് 4 miles കണ്ടുണ്ടെന്ന് തോന്നുന്നു. 4 miles നടക്കാനുള്ളൂ. അപ്പോൾ സ്ട്രിപ്പിന്റെ അകത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ബഹളവും കാഴ്ചകളും ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഞങ്ങൾ പോയി വല്ലതും കഴിക്കട്ടെ. അതെ, അപ്പം നിങ്ങളും കണ്ടോളൂ. വേഗസിലുള്ള കൊക്കക്കോളയുടെ ഒരു സ്റ്റോറിലാണ്. ഇത് ഫുള്ള് കൊക്കക്കോളയുടെ സംഭവം കൊണ്ട് അവർ ഈ സ്റ്റോർ ഫുള്ള് അങ്ങനെ തന്നെയാണ് ഉള്ളത്. കുറേ ടീഷർട്സും മാഗ്നറ്റും അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്താ ജില്ലൂസ്, തീരെ കത്തുന്നുണ്ടായിരുന്നല്ലോ. ജില്ലൂസ് എവിടെയത്? The one and only
ഹെർഷി സ്റ്റോർ. അപ്പോൾ വേഗസിലുള്ള ഹെർഷി സ്റ്റോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കുറേ ഡിഫറെൻ്റ് ആയിട്ട് സ്മോൾ കടകളിൽ നമുക്ക് ഇഷ്ടംപോലെ സംഭവങ്ങൾ വാരിക്കൂട്ടാം. അപ്പം ഞാൻ അങ്ങോട്ട് പോയി ഓരോന്നായിട്ടൊന്ന് പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഞാനൊരു കനോളി ചിപ്പ് ബാർ വാങ്ങിയിട്ടുണ്ട്. കുറേ നാളെ കഴിക്കണം വെച്ചു. ഒരിക്കലും അവസരം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ അവസരം കിട്ടി. ഇപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. കുറേ നേരം നടക്കാൻ തുടങ്ങിയിട്ടില്ല. എപ്പോൾ തുടങ്ങി? കുറേ സമയമായി തുടങ്ങിയിട്ട്. അത് കാലം കഴിച്ചു തുടങ്ങി. കുഴപ്പമില്ല, ചെറിയ തണുപ്പ്. കാരണം ഡെസേർട്ടിൻ്റെ ഇതായതുകൊണ്ട് രാത്രി അതിൽ ചെറിയ തണുപ്പ് വരും. പിന്നെ രാവിലെ ആകുമ്പോൾ ചൂടാവും. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് നടന്ന് ഇവിടെ ഒരു ഫൗണ്ടൻ ഷോ ഉണ്ട്, ബെലാജിയോ ഫൗണ്ടൻ ഷോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. നമ്മൾ കണ്ടാണ് ഇവിടുത്തെ ബെല്ലാജിയോ ഫൗണ്ടൻ. ഒരു അടിപൊളി ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഒരു 5 minutes ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു വാട്ടർ, ആ ഒരു മ്യൂസിക്കിൻ്റെ അനുസരിച്ചാണ് അവിടെ ആ ഒരു വാട്ടറിൻ്റെ ഇത് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ എന്തായാലും ഇത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വരുന്നവർ എന്തായാലും ഇത് മിസ് ചെയ്യരുത്. പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കാണണമെങ്കിൽ നേരത്തെ വന്ന് സ്ഥലമൊക്കെ പിടിച്ചോണം. എവറി 15 minutes അല്ല 30 minutes കൂടുമ്പോഴാണ് ഈ ഷോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നേരത്തെ വന്ന് ഫ്രണ്ടിൽ സ്ഥലം പിടിച്ചാൽ നമുക്ക് നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്തായാലും ഇതൊരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. തിരി എന്തോ കത്തിക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ക്ഷേത്രമാണ്. ചെറിയ ഷെറൈൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് എനിക്ക് ആക്ച്വലി ഭയങ്കര ഇതായിട്ട് തോന്നി. കാരണം ബ്രഹ്മാവിൻ്റെ ഇത് വേഗസിൽ ഒരു ഷെറൈൻ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുന്നത് ഒരു അത്ഭുതം. കാരണം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയത് ചിലപ്പോൾ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഈ വേഗസ് ഉണ്ടായത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാൻ അങ്ങനെ വേറെ എവിടെയും കണ്ടിട്ടില്ല. സോ ഇത് ആദ്യമായിട്ട് എങ്ങനെ കാണുന്നു. ഇവിടെ നമ്മുടെ ഹിന്ദു ഗോഡിൻ്റെ ഇത് ഉണ്ടാവും എന്ന് പറയുന്നത്. അങ്ങനെ വേഗസിൽ വന്നിട്ട് ബ്രഹ്മാവിൻ്റെ കൂടി കാണാൻ പറ്റി. ഒരു ചെറിയൊരു ടെമ്പിൾ പോലെ. എനിക്ക് തോന്നുന്നു ബ്രഹ്മാവിൻ്റെ അങ്ങനെ ഇത് ടെമ്പിൾ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ചെങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഇതിവിടെ ഉണ്ടെന്നുള്ളത് ഫാസിനേറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. സോ സ്റ്റെപ്പിൽ ഏറ്റവും അറ്റത്തായിട്ട് ഒരു സ്ഥലമുണ്ട്, ഒരു വോൾക്കാനോ എക്സ്പ്ലോഷൻ. ജില്ലു പറഞ്ഞിങ്ങനെ എന്തോ എക്സ്പ്ലോഷൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ അവളിവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് രാത്രി 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു 6:45 ആയി. ഇനി 15 മിനിറ്റ് കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഈ കാണുന്നിടത്താണ് എന്താ വോൾക്കാനോ എക്സ്പ്ലോഷനും അങ്ങനത്തെ ലൈറ്റിംഗ് സംഭവമൊക്കെ മറ്റേ വെള്ളം വന്ന അതേപോലെ തന്നെ കാണിക്കുന്ന സംഭവം വോൾക്കാനോടെ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. സോ അതെങ്ങനെയുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം.
അപ്പം ഞങ്ങൾ വേഗസ് സ്ട്രിപ്പിൽ കൂടെ ഒക്കെ നടന്ന് എല്ലാ സ്ഥലങ്ങളെല്ലാം കണ്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. അതെ, കുറേ അപ്പോൾ നമ്മൾ ഫൗണ്ടനും അതും ഇതുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ തീരുവാണ്. അതെ, പക്ഷേ വെയിറ്റ് ഫോർ നാളെ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അടുത്ത വേഗസ് അല്ല, നമ്മൾ വേറെ സ്റ്റേറ്റിലാണ് പോകുന്നത്. വേറെ കുറേ കാഴ്ചകളാണ്, പുതിയ കുറേ കാഴ്ചകളാണ് അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്. അതെ, അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാം പറയുന്ന പോലെ തന്നെ വെയിറ്റ് ചെയ്യാം. അപ്പം ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് എല്ലാം ചെയ്യാം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.